89.6 FM Sargakshetra SK Junction. നമസ്കാരം സർഗക്ഷേത്ര 89.6 FM ഇത് SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെയുള്ളത് RJ ദിവ്യാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണല്ലോ നമ്മുടെ തലച്ചോറ്. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ചെറിയ അവയവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ കോശങ്ങളിൽ, അതായത് നമ്മുടെ ഈ അവയവത്തിൽ ഉണ്ടാവുന്ന ചെറിയൊരു താളം തെറ്റൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ തീരൂ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു രോഗത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപസ്മാരം, അല്ലെങ്കിൽ നമ്മളൊരു നാടൻ ഭാഷയിൽ ചുഴലി വന്നു എന്നൊക്കെ പറയുന്ന പോലെ ചുഴലിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മളുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മളുടെ സ്വന്തം മിത്തേര തെള്ളകം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം ഡോക്ടർ ശ്രീജിത്ത് സാറാണ്. ഹലോ സർ, നമസ്കാരം. ഹായ് സർ, എന്താണ് ഈ അപസ്മാരം? നമ്മുടെ തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനത്തിന് പെട്ടെന്ന് അസാധാരണമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അപസ്മാരത്തിലേക്ക് നയിക്കുന്നത്. ഇത് ഒരു സിംഗിൾ സീഷർ ആവാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില പേഷ്യൻസിന് ശരീരം വിറയ്ക്കുന്ന രീതിയിലാവാം, ചിലർക്ക് കണ്ണ് ഒരു ദിശയിലേക്ക് പോകുന്ന രീതിയിലാകാം, അതും അല്ലെങ്കിൽ ചിലർക്ക് ഒരു സെക്കൻഡ് കുറച്ച് സെക്കൻഡുകൾക്ക് ബോധം നഷ്ടപ്പെടുന്ന രീതിയിലാവാം. ഇതൊന്നും അല്ലെങ്കിൽ ചിലരിങ്ങനെ ഒരു സ്റ്റെയർ ലുക്കായിട്ട്, തുറിച്ച് നോട്ടമായിട്ട് ഇരിക്കുന്നതും അങ്ങനെ വരാം. ഒരു സീഷർ ഒരു എപ്പിസോഡാണ്. അങ്ങനെയുള്ള ഒന്നിലധികം സീഷേഴ്സിനെയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. കറക്റ്റ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സമൂഹത്തിലെ പലവിധ തെറ്റിദ്ധാരണകളും നമ്മളുടെ ഈ ചുഴലിയെ പറ്റി അല്ലെ അപസ്മാരത്തെ പറ്റിയിട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? സമൂഹത്തിൽ അപസ്മാരത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റായ വിശ്വാസങ്ങളാണ്. അതായത് അപസ്മാരം പിശാചിന്റെ ബാധയാണെന്നും, വായിക്കകത്ത് കീയിടണം, താക്കോലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപസ്മാരം മാറുമെന്നും, നാവ് വിഴുങ്ങുമെന്നും, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണകളാണ്. പിന്നെ ഇത് പകർച്ചവ്യാധിയാണെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പാർട്ട്ണർക്ക് അപസ്മാര രോഗം ഉണ്ടെന്ന് കരുതി ആ കല്യാണമേ വേണ്ട എന്ന് വെക്കുമ്പോൾ ചില ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെ അസുഖമുള്ളവരെ എടുക്കാണ്ടിരിക്കും. അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ജോലി, വിവാഹം, ഗർഭധാരണം ഇതൊന്നും സാധ്യമല്ല എന്നാണ്. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. നാവ് വിഴുങ്ങുന്നത് മാത്രം ചില കേസുകളിൽ കുറേ നേരം അപസ്മാരം വന്നിരുന്നാൽ ടങ് പുറകോട്ട് പോയി ശ്വാസതടസ്സം വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ബാക്കി ഈ പറഞ്ഞതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇരയാവുന്ന വിശ്വാസങ്ങൾക്കും ഒക്കെ ഇരയാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ശരിക്കും അപസ്മാരം. നമുക്ക് നമ്മുടെ ഡോക്ടറിനോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് RJ ദിവ്യാണ്. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. നമ്മൾ അപസ്മാരത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ കൂടെ കൂടുതൽ വിവരങ്ങൾ അപസ്മാരത്തെ കുറിച്ച് തരാൻ വേണ്ടിയിട്ട് തെള്ളകം മിത്തേര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് ആണ് കൂടെയുള്ളത്. സർ, വീണ്ടും ഒരു വെൽക്കം തരികയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതൊരു മാരകമായ രോഗമാണോ ഈ അപസ്മാരം? പാരമ്പര്യമായി പകരുന്ന ശാപമോ അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയമാണെന്ന് ഡോക്ടർ നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്നു. എല്ലാ ഫിറ്റ്സും അപസ്മാരമാണോ, അല്ലെങ്കിൽ അതിനുള്ള മറ്റ് കാരണങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ഫിറ്റ്സും അപസ്മാരമല്ല. രണ്ടോ അതിലധികമോ ഉള്ള ഫിറ്റ്സിനെയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിന് കുറച്ച് EEG ഫൈൻഡിങ്സ് അങ്ങനെയുള്ള ക്രൈറ്റീരിയയും ഉണ്ട്. ഇത് മാത്രമല്ല, ഫിറ്റ്സ് പോലെ ഉണ്ടാകുന്ന മറ്റ് കാരണങ്ങൾ, അതായത് ഈ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഫിബ്രൈൽ സീഷർ, അല്ലെങ്കിൽ ഈ ഷുഗർ, ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത്, സോഡിയം കുറവ് കൊണ്ടുണ്ടാകുന്നത്, തലയ്ക്ക് പരുക്ക് പറ്റി വരുന്നത്, ബോധക്ഷയം, സിങ്കോപ്പ്, അല്ലെങ്കിൽ ചില ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, കാർഡിയക് റിതം അബ്നോർമാലിറ്റീസ് ഉള്ള അങ്ങനെയുള്ള കണ്ടീഷൻസ്. ഇതൊന്നും അല്ലെങ്കിൽ ചില മാനസിക രോഗങ്ങൾ, അതായത് പേടി, ഭയം, ടെൻഷൻ, അതൊക്കെ കൊണ്ട് വരുന്നതും ഫിറ്റ്സ് ആണ്. പക്ഷേ എല്ലാ ഫിറ്റ്സും അപസ്മാരമല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 or more അൺപ്രൊവോക്ഡ് സീഷർ, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ വരുന്ന 2 അതിലധികമോ വരുന്ന സീഷറിനെയാണ് അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് ജന്മന ബ്രെയിനിന് വരുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, അതായത് കുട്ടികൾക്ക് പിറവിയിൽ ഉള്ള വൈകല്യങ്ങൾ, ബ്രെയിനിലുള്ള വൈകല്യങ്ങൾ, ജനിതകപരമായ കാരണങ്ങൾ, തലയ്ക്ക് പരിക്ക് വരുന്നവർക്ക് വരാം, സ്ട്രോക്ക് വരുന്നവർക്ക് വരാം, അതല്ലെങ്കിൽ ബ്രെയിനിന്റെ ഇൻഫെക്ഷൻസ് ആയ മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളിൽ, ഇതല്ലെങ്കിൽ ട്യൂമർ വരുമ്പോൾ വരാം. ഇതൊക്കെ അല്ലെങ്കിലും ചില കോമൺ ആയിട്ടുള്ള കാരണങ്ങളായ സോഡിയം കുറയുന്നത്, ഷുഗർ കുറയുന്നത്, കാൽസ്യം കുറയുന്നത്, ഇങ്ങനെയുള്ള അസുഖങ്ങളിലും അപസ്മാരം വരാം. ചിലപ്പോൾ നമുക്ക് എത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്താലും ഇതിന്റെ കാരണം കണ്ടെത്താനാവാത്തൊരു സാഹചര്യവും വരാം. നമുക്ക് പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രോഗാവസ്ഥ തന്നെയാണ് അല്ലേ ഡോക്ടർ?
യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സിൻഡ്രോം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടറിന്റെ ഓരോ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. നമുക്ക് SK ജംഗ്ഷനിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിക്കാം. കൂടുതൽ വിവരങ്ങൾ അപസ്മാരത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ വിവരങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളുടെ മിത്തേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ശ്രീജിത്ത് ഡോക്ടർ നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സർഗക്ഷേത്ര 89.6 FM, കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM RJ ദിവ്യ കൂടെയുണ്ട്. ഇത് SK ജംഗ്ഷൻ ആണ്. അപസ്മാരം എന്ന ഒരു രോഗ അനുഭൂതിയെ പറ്റിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡോക്ടറിനോട് സംസാരിക്കുന്നത്. ഇത് നമ്മളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ വേണ്ടി കൂടെയുള്ളത് തെള്ളകം മിത്തേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് സാറാണ്. സർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ അറിയോ, നമ്മളുടെ ഈ 2026 നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും വൈദ്യശാസ്ത്രമൊക്കെ ഈ ഒരു പുരോഗതിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു അപസ്മാരം എന്ന രോഗത്തെ ഒരുപാട് കാറ്റഗറൈസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ അപസ്മാരം വരുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കാരണങ്ങളുണ്ടോ? യെസ്, ഉണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും ഈ ഫിറ്റ്സ് വരുന്ന രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. അതായത് കുട്ടികളിൽ ചിലപ്പോൾ ഒരു ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് ഒരു വേക്കൻറ്റ് സ്റ്റെയർ, അതായത് ഒരു തുറിച്ചു നോട്ടമോ അല്ലെങ്കിൽ കുട്ടി പെട്ടെന്നൊരു ബോധക്കേട് പോലെയോ അങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ വരുന്നത്. പക്ഷേ മുതിർന്നവരിൽ വരുന്നത് നമ്മൾ ജനറലൈസ് ക്രോണിക് സീഷേഴ്സ്, അതായത് കൈറ്റ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വിറച്ചിട്ടുള്ള ആ ഒരു ഇതാണ് മുതിർന്നവരിൽ കൂടുതലായിട്ടും കാണുന്നത്. കുട്ടികളിൽ കാണുന്നതിന് ജനിതകപരമായ കാരണങ്ങളാവാം, അതല്ലെങ്കിൽ ഫിബ്രൈൽ സീഷർ പനിയുള്ളപ്പോൾ വരുന്നതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൽ അനോമലീസ്, അതായത് പിറവിയാലുള്ള വൈകല്യങ്ങൾ അതാവാം, അതല്ലെങ്കിൽ ആബ്സെന്റ് സീഷർ എന്ന് പറയുന്നതാവാം. അത് കുട്ടികളിൽ കാണുന്നതാണ്. അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സ് പറയുന്നത് ഇവർ ഡേ ഡ്രീം ചെയ്യുവാണെന്ന് പറഞ്ഞ് ഒരു ട്രാൻസിയൻ്റ് ആയിട്ട് ഒരു അൺഅവെയർനെസ് പോലെ ഒരു തുറിച്ചു നോട്ടം അങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ കാണുന്നത്. മുതിർന്നവരിൽ കോമൺ ആയിട്ട് ജനറലൈസ്ഡ് സീഷേഴ്സ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഫോക്കൽ സീഷേഴ്സ് വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണ് കാണുന്നത്. മുതിർന്നവരിൽ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വരാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ട്യൂമർ വരാം, ചില മെറ്റബോളിക് പ്രശ്നങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷുഗർ കുറയുന്നത്, സോഡിയം കുറയുന്നത്, കാൽസ്യം കുറയുന്നത്, അങ്ങനെയുള്ള ഇഷ്യൂസിൽ വരാം. പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു സിറ്റുവേഷൻ ഉള്ളത് ആൽക്കഹോൾ റിലേറ്റഡ് സീഷേഴ്സ്. ആൽക്കഹോൾ അമിതമായിട്ട് മദ്യം കഴിക്കുന്നവരിൽ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് സീഷേഴ്സ് വരാം. അതല്ല ആൽക്കഹോൾ തുടർച്ചയായി കഴിച്ചിട്ടിരിക്കുന്നവർ 1-2 ദിവസം ഒന്ന് കഴിക്കാണ്ടിരിക്കുമ്പോൾ വിഡ്രോവൽ സീഷേഴ്സും വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മുതിർന്നവരിൽ കാണുന്ന കാരണങ്ങൾ. ഡോക്ടർ, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രോഗം തന്നെയാണോ? ചിലതരം എപ്പിലെപ്സീസ് ഹെറിഡിറ്ററി ആണ്, അതായത് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് എപ്പിലെപ്സീസ് എന്ന് പറയും. അത് റെയർ ആണ്. കോമൺ ആയിട്ട് കാണുന്നതൊക്കെ എല്ലാവർക്കും പാരമ്പര്യമായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കുടുംബത്തിൽ ഒരാൾക്ക് ഫിറ്റ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കുറച്ച് റിസ്ക് കൂടുതലാണെന്ന് പറയാം. പക്ഷേ നിർബന്ധമായും വരണമെന്ന് ഒന്നുമില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഫിബ്രൈൽ സീഷേഴ്സ് ഒക്കെ ഉള്ള കുട്ടികളിൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അവരുടെ അടുത്ത കുട്ടിക്ക് ഈ ഫിബ്രൈൽ സീഷർ വരാൻ സാധ്യതയുണ്ട്. അതല്ല നമ്മുടെ കുടുംബത്തിൽ 5 വയസ്സിൽ താഴെയുള്ള ഫിബ്രൈൽ സീഷർ ഉള്ളവരുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും ഉണ്ട്. പ്രത്യേകിച്ച് പേരൻസിൽ ഒരാൾക്കെങ്കിലും ഈ 5 വയസ്സിന് താഴെ ഫിബ്രൈൽ സീഷർ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഫിറ്റ്സ് വരാൻ ഒരു ചെറിയ സാധ്യത കൂടുതലുണ്ട്. എന്നല്ലാതെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എക്സെപ്റ്റ് കുറച്ച് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് എപ്പിലെപ്സീസ് ഒഴികെ. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള ഏത് തരം അപസ്മാരമാണ് വരാൻ സാധ്യതയുള്ളത്, അല്ലെ വന്ന് കണ്ടിട്ടുള്ളത് എന്നാണ് നമ്മളോട് ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി അറിയണം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. അപസ്മാരം എന്നും എല്ലാവരുടെയും കേൾവിക്കാരുടെയും അനുഭവിച്ചവരുടെയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇതിൻ്റെ കുറച്ച് വിവരങ്ങൾ മാത്രമേ തങ്ങൾക്കറിയുള്ളൂ, അല്ലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് കേട്ടോളൂ. നമ്മളുടെ കൂടെ SK ജംഗ്ഷനിൽ കൂടെയുള്ളത് നമ്മളുടെ മിത്തേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് സാറാണ്. സാറിനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സർ, വീണ്ടും ഞാൻ സ്വാഗതം പറയുകയാണ് SK ജംഗ്ഷനിലേക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു അപസ്മാരം വരുന്നതിന് മുമ്പ് ഈ ഒരു തവണയെങ്കിലും വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നും നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെക്കുമല്ലോ. അപ്പോൾ ഈ അപസ്മാരം വരുന്നതിന് മുമ്പ് എന്തൊക്കെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ലക്ഷണങ്ങളാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്?
അപസ്മാരം വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഓറ എന്ന് പറയും. ഈ ഓറ എല്ലാ അപസ്മാരത്തിലും കാണണമെന്ന് നിർബന്ധമില്ല. ചിലതരം സീഷേഴ്സിലാണ് കാണുന്നത്. അതായത് കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് അങ്ങനെയുള്ള എപ്പിലെപ്സി അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി അതിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അതിനുള്ള ഉദാഹരണമായിട്ട് ഒരു അപ്രതീക്ഷിതമായ ഒരു വിചിത്ര മണം, അല്ലെ ഒരു രുചി, അല്ലെ ഒരു വായിൽ ഒരു അബ്നോർമൽ സെൻസേഷൻ, വയറ്റിൽ ഉരുണ്ട് കയറി വരുന്നു എന്നൊക്കെ ചില പേഷ്യൻസ് പറയാറുണ്ട്. അങ്ങനെയുള്ളത്, അമിതമായ ഭയം, പിന്നെ കൈ, മുഖം അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്നൊന്ന് വിറയൽ വരുന്നു. അത് പെട്ടെന്ന് ഹോൾ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ വിഷ്വൽ ഫ്ലാഷസ്, അതായത് ചില ഇനം കാഴ്ചകൾ കാണുന്നു, ചില ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, മഴവില്ല് പോലെ കാണുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴേക്കും അടിക്കടി അപസ്മാരം വരുന്ന രോഗികൾക്ക് ഇതൊരു എനിക്ക് ഫിറ്റ്സ് വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇങ്ങനെ ഉള്ള വാണിംഗ് ഒന്നും എല്ലാവർക്കും കാണണമെന്ന് നിർബന്ധമില്ല. പലർക്കും വാണിംഗ് ഇല്ലാതെയും വരാം. എസ്പെഷ്യലി ഈ ആബ്സെന്റ് സീഷേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ ഒന്നും വാണിംഗ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, എന്താണ് ഈ ആബ്സെന്റ് സീഷേഴ്സ്? ആബ്സെന്റ് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നമ്മുടെ ഫിറ്റ്സ് വരുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫിറ്റ്സ് വരുന്ന പോലെയുള്ള ഒരു വിറയലല്ല. ഒരു സാധാരണയായി ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് ബ്ലാങ്ക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സ്റ്റക്കായി പോവാം, കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവാം, അതല്ലെങ്കിൽ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യത്തുണ്ടാവില്ല. പിന്നെ ഒരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആൾ നോർമലായിട്ട് വരും. എന്നാൽ ഈ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലിട്ട് അടിക്കുന്നതോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു ട്രാൻസിയന്റ്, വെരി ഫ്യൂ സെക്കൻഡ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ട്രാൻസിയന്റ് അൺഅവെയർനെസ്, അങ്ങനെ ഒരു ഇത് നോർമലായി വന്ന ഉടനെ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഓർമ്മയുണ്ടാവില്ല, ഇങ്ങനെ ഒരു സംഭവം ഓർമ്മയുണ്ടാവില്ല. ഇത് കൂടുതലായും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് കാണുന്നത്. ചൈൽഡ്ഹുഡ് ആബ്സെൻസ് അല്ലെങ്കിൽ ജൂനിയൽ ആബ്സെൻസ് അങ്ങനെയുള്ള സീഷേഴ്സ് ആണ് ഇത് സ്കൂളിലും കൂടുതലും ടീച്ചേഴ്സാണ് പിക്ക് ചെയ്യുന്നത്. ടീച്ചേഴ്സ് പറയുന്നത് ഇവൻ കുട്ടി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല, അവൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു, പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയുമായിരിക്കും. പക്ഷെ അത് ഒരു ആബ്സെന്റ് സീഷറിന്റെ ലക്ഷണമാകാം. അതിന് വിദഗ്ധ ചികിത്സ വേണം. ഓക്കെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ചിലപ്പോൾ ഒരു നല്ല ആബ്സെന്റ് സീഷേഴ്സിൽ നിന്നും മാറി കുറച്ചുകൂടെ റേഞ്ച് കൂടിയ രീതിയിൽ ചിലപ്പോൾ വന്നിരിക്കാം, ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലേ ഡോക്ടർ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപസ്മാരത്തെ പറ്റി. അപസ്മാരം നേരിടുന്നവരെക്കാട്ടി കൂടുതൽ അവർക്ക് ചുറ്റുമുള്ളവരാണ് ശരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് SK ജംഗ്ഷൻ, കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ നമ്മൾ അപസ്മാരത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഒപ്പം എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ തെള്ളകം മിത്തറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഡോക്ടറിനോട് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ സംശയമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടറെ, ഈ ഒരു അപസ്മാരം വന്ന രോഗികൾക്ക് ചുറ്റുമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഒരു അപസ്മാരം വന്നു കഴിഞ്ഞാൽ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ വെച്ചാണോ നടക്കുന്നത്, പൊതു സ്ഥലത്തോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ട്? നമുക്കൊരു രോഗിക്ക് ഫിറ്റ്സ് വരുന്നത് കണ്ടാൽ നമുക്ക് ആ രോഗിയെ ഫിറ്റ്സ് വന്നത് കൊണ്ട് കൂടുതൽ അവർക്ക് അപകടങ്ങളൊന്നും പറ്റാതെ രക്ഷിക്കണം. അതായത് അവർക്ക് ഫിറ്റ്സ് വന്നതിന് ശേഷമുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ നട്ടലിനുള്ള ഫ്രാക്ചർ അതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ട് രോഗിയെ നമ്മൾ ഒരു വശത്തേക്കാക്കി ചെരിച്ച് കിടത്തുക, അതായത് റിക്കവറി പൊസിഷനിൽ കിടത്തുക. തലയ്ക്ക് താഴെ ഒരു ചെറിയ സോഫ്റ്റ് സപ്പോർട്ട് വയ്ക്കാം. ചുറ്റുമുള്ള അപകടകരമായ ഉള്ള വസ്തുക്കളൊക്കെ മാറ്റണം. അതായത് പേഷ്യൻ്റ് ഒരു തീക്കടുത്ത് ആണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തീപിടുത്തം വന്ന് കൂടുതൽ അപകടങ്ങൾ വരുന്നത് ഒഴിവാക്കുക. ഒരു ടോപ്പ് ഓഫ് ദി ടെറസ് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് വീണ്, അതായത് ഫിറ്റ്സ് വന്ന് വീണ് കൂടുതൽ അല്ലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഉള്ള അപകടപരമായ വസ്തുക്കളൊക്കെ മാറ്റുക. പിന്നെ ക്ലോത്ത്സ് ഒക്കെ ടൈറ്റ് ആണെങ്കിൽ ഇച്ചിരി ലൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സമയം നോക്കുക, എത്ര നേരം ഈ സീഷറിന് ലാസ്റ്റ് ചെയ്ത് നീണ്ടു നിൽക്കുന്നു എന്ന് നോക്കണം. 5 മിനിറ്റിലൊക്കെ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. പിന്നെ സീഷർ കഴിഞ്ഞാൽ രോഗത്തിന്റെ തോത് കഴിഞ്ഞാൽ പേഷ്യന്റിനെ ആശ്വസിപ്പിക്കുക, അതായത് സ്ട്രെസ്ഡ് ആവാണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ആശ്വസിപ്പിക്കുക. പിന്നെ സീസൺ സമയത്ത് ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വായിലെ സ്പൂണൊക്കെ തിരികെ കയറ്റി വെക്കുക, അങ്ങ് കൈയിടുക, താക്കോൽ പഴയ കാലത്തുള്ള ഒരു മിത്താണ് അത്, താക്കോൽ വെക്കുന്നത്, അതൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. പിന്നെ വെള്ളം മുഖത്ത് തളിക്കുന്നതോ അല്ലെ മരുന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോ അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മൂക്കിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ട്, അത് സീഷർ രോഗികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ മറ്റ്
മരുന്നുകളൊക്കെ മുഖത്ത് തളിക്കുന്നതോ ഒക്കെ ഒഴിവാക്കുക. പിടിച്ച് കെട്ടരുത്, ഒരിക്കലും പിടിച്ച് കെട്ടുമ്പോഴാണ് ഇങ്ങനെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ, ഷോൾഡർ ഡിസ്ലൊക്കേഷനോ അല്ലെ സ്പൈൻ ഫ്രാക്ചറോ അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അതുകൊണ്ട് പിടിച്ച് ഒരിക്കലും കെട്ടരുത്. മുഖത്ത് വെള്ളം ഒഴിക്കരുത്. പിന്നെ CPR ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഫിറ്റ്സ് വന്നു എന്ന് കരുതി CPR കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഈ ഫിറ്റ്സ് വന്നതിന് ശേഷം പെട്ടെന്ന് പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് ബ്രീത്തിങ് ഉണ്ടായില്ല, അങ്ങനെ ബോധം തെളിഞ്ഞില്ല, ബ്രീത്തിങ് ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ CPR കൊടുക്കാവുള്ളൂ. പിന്നെ നാവ് വിഴുങ്ങാതെ ശ്രദ്ധിക്കുകയും വേണം. നമ്മളൊരു വശത്തേക്ക് ചരിച്ച് കിടത്തുമ്പം നാക്ക് പുറകോട്ട് പോയി ഈ ശ്വാസതടസ്സം ഉണ്ടാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ അത് നാക്ക് വിഴുങ്ങാതെ അതുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നാക്ക് വിഴുങ്ങില്ല എന്നുള്ളത് ഒരു മിത്താണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളോട് നമ്മുടെ ശ്രീജിത്ത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ ചെയ്യരുതാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഇത് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ ഡോക്ടർ ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നിൽക്കുമ്പോൾ എപ്പോഴാണ് ഈ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. ഹോസ്പിറ്റലൈസേഷൻ എപ്പോൾ വേണം എന്നുള്ളത്. അത് നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. അതായത് ഒരു 5 മിനിറ്റിൽ കൂടുതൽ സീഷർ നീണ്ടു നിൽക്കുകയോ അല്ലെ അടിക്കടി വീണ്ടും വീണ്ടും സീഷർ വന്നുകൊണ്ടിരിക്കുകയോ ചെയ്താൽ, അല്ലെ ഒരു സീഷർ വന്നതിന് ശേഷം ബോധം തിരികെ കിട്ടാതെ വന്നാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി അടുത്തുള്ള ആശുപത്രി എത്തിക്കേണ്ടതാണ്. പിന്നെ ചിലർക്ക് ആദ്യമായിട്ട് സീഷർ വരുന്നതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം നേടേണ്ടതാണ്. കാര്യം നമുക്ക് ബ്രെയിനിനകത്ത് വല്ല ക്ലോട്ടോ സ്ട്രോക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് എയർലി ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് കുറെ കൂടെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പ്രഗ്നൻസി ഒക്കെ ഉള്ളവരിൽ സീഷർ വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാര്യം അവർക്ക് അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടമായ കാര്യമാണ്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേണം. പിന്നെ വേറെ ഈ ഫിറ്റ്സ് വന്നതിന് മുമ്പോ ശേഷമോ തലയ്ക്ക് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ, ഹെഡ് ഇഞ്ചുറി ആക്സിഡന്റിലൊക്കെ ശേഷം സീഷർ വരുന്നത്, അങ്ങനെയുള്ളത് നമുക്ക് തലയ്ക്കകത്ത് ബ്ലീഡിങ് വന്നതിൻ്റെ ആവാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. എന്തെങ്കിലും ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നാവ് പുറകോട്ട് വീണ് അങ്ങനെ എന്തെങ്കിലും ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം. പിന്നെ ഈ ഫിറ്റ്സ് ഒക്കെ വന്ന് വല്ല വെള്ളത്തിലും വീണ് ഡ്രൗൺ ചെയ്യുകയോ അങ്ങനെ വല്ലതും ആണെങ്കിലും ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. അത് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് രോഗിയെ ഭേദപ്പെടുത്തുന്നതിന് സഹായിക്കും. ശരിക്കും ഈ ഒരു രോഗം വരുന്ന രോഗികൾക്ക് ചുറ്റുമുള്ളവരെല്ലാം ഈ ഒരു രോഗത്തെ പറ്റി ബോധവാന്മാരായിരിക്കണം എന്ന് തന്നെയാണ് ഡോക്ടറിന്റെ ഓരോ സംസാരത്തിലും എനിക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ നമുക്കിനി കുറച്ച് ഏറെ കാര്യങ്ങളൂടെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് RJ ദിവ്യാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒരു രോഗത്തെ പറ്റിയാണ്. നമ്മൾ പണ്ടുള്ളവർ പറയുന്ന പോലെ ചുഴലി അല്ലെങ്കിൽ ഇപ്പോൾ അപസ്മാരം എന്ന ഒരു രോഗത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള SK ജംഗ്ഷനിൽ നമ്മളുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് തെള്ളകം മിത്തേര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് സാറാണ്. ശ്രീജിത്ത് സാർ നമ്മളോടൊപ്പം തന്നെയുണ്ട്. ശ്രീജിത്ത് സാർ, ഞാൻ ചോദിച്ചോളട്ടെ, നമ്മളുടെ ഈ അപസ്മാരത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുള്ള രോഗികളുടെ ഭാഗത്തു നിന്നും ചോദിക്കുകയാണേ, ഈ എത്ര നാള് ഈ മരുന്ന് കഴിക്കേണ്ടി വരും? അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ രോഗം? ഇത് നമ്മൾ എന്ത് കാരണം കൊണ്ട് അപസ്മാരം വന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്നത്. ഇപ്പോൾ ചില ടോക്സിക് മെറ്റബോളിക്കോസിസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കൊണ്ട് മരുന്ന് നിർത്താൻ പറ്റും. അതല്ല ചില അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ സീഷർ ആണെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിട്ട് വേണ്ടി വരാം. അപ്പം സാധാരണയായിട്ട് ഒരു 2 തൊട്ട് 5 വർഷം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. ചിലർക്ക് 2 വർഷം, ചിലർക്ക് 4 വർഷം, 5 വർഷം അങ്ങനെ പോകാം. മറ്റു ചിലരിൽ ദീർഘകാലം പോകാം. അതായത് ഈ ജൂനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ ജീവിതകാലം മൊത്തം അവർക്ക് മരുന്ന് കഴിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ചില സ്ട്രോക്കിന് ശേഷം വരുന്നത്, പ്രായം ചെന്നവരിൽ എൽഡർലി പേഷ്യൻസിലൊക്കെ വരുന്ന സീഷർ അല്ലെങ്കിൽ ട്യൂമർ കൊണ്ടുള്ള അപസ്മാരം, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് വരുന്ന സീഷേഴ്സിൽ നമുക്ക് 2 years അല്ലെങ്കിൽ ഒരു 5 years ഒക്കെ വരെ ആണ് പറയുന്നത്. ഈ ടോക്സിക് മെറ്റബോളിക്കോസിസിലൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ കുറവ് ഡ്യൂറേഷൻ മതി. നമ്മൾ 3 months 6 months അങ്ങനെയൊക്കെ ഉള്ളത് മതി. പിന്നെ പ്രഗ്നൻസിയോടനുബന്ധിച്ചിട്ടുള്ള സീഷർ ആണെങ്കിൽ ഇപ്പോൾ അത് ഡെലിവറി കഴിയുമ്പോഴേക്കും അത് മാറും. സോ ഇങ്ങനെയൊക്കെയാണ് ഡ്യൂറേഷൻ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇനി മരുന്ന് മുടക്കിയാൽ എന്തൊക്കെ പ്രശ്നം വരുമെന്ന് നമുക്ക് നോക്കാം. ഈ സീഷർ വീണ്ടും വരാം. മരുന്ന് മുടക്കി കഴിയുമ്പോൾ ഈ സീഷർ വീണ്ടും വരാം. അത് ചിലപ്പോൾ ഒരു സീഷർ
സീഷർ നിന്നു എന്ന് വരില്ല. അടിക്കടി സീഷേഴ്സ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന കണ്ടീഷനിലേക്ക് പോകാം. പിന്നെ ഈ സീഷർ വന്നതിന് ശേഷം വീണ് ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ വല്ല പുഴയിലേക്കോ വല്ലതും വീഴുന്നതാണെങ്കിൽ അതൊരു ഡ്രൗണിങ് അങ്ങനെയുള്ളത്, അല്ലെ ഇപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തോ വല്ലതും വന്ന് ഫിറ്റ്സ് വന്ന് വീഴുവാണെങ്കിൽ സോ അതിന് പുറത്തേക്ക് വീണ് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിച്ചെന്ന് വരാം. പിന്നെ ഡ്രൈവിങ് അപകടം ഉണ്ടാകും. ഇവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മാത്രമല്ല മറ്റ് പാസഞ്ചേഴ്സിനും അപകടം വരാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഡ്രൈവിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പ്രോഹിബിഷൻസ് ഉണ്ട് സീഷർ വരുന്ന രോഗികൾക്ക്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയില്ല. അപൂർവമായിട്ട് ഈ സീഷറൊക്കെ വന്ന് കഴിഞ്ഞാൽ ജീവൻ അപകടവും ഉണ്ടാകാം. സഡൻ അൺഎക്സ്പെക്ടഡ് ഡെത്ത് ഇൻ എപ്പിലെപ്സി പേഷ്യൻസ്, സുഡപ്പ് എന്ന് അതിന് പറയുന്നതാണ്. സോ ഇതുകൊണ്ട് മരുന്ന് ഒരിക്കലും സ്വയം നിർത്തരുത്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് വേണ്ട കാലത്തോളം കഴിക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ അപസ്മാരത്തിന് ഈ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ് നിർത്തുന്നതല്ലാതെ സ്വയമേ ചികിത്സിക്കുകയോ സ്വയമേ നിർത്തുകയോ ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മളുടെ ഡോക്ടറും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ അപസ്മാരത്തെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM RJ ദിവ്യ SK ജംഗ്ഷനിൽ ഇങ്ങനെ അപസ്മാരത്തെ പറ്റി തെലകം മിത്തര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് സാറിനോട് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ജീവിക്കുന്നത് 2026 എല്ലാവരും അവരുടേതായിട്ടുള്ള ഓട്ടത്തിലും കാര്യത്തിലും ഒക്കെയാണ്. ഈ ജീവിത ശൈലി, അതായത് ഇപ്പോൾ ഉറക്കക്കുറവായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, മൊബൈൽ യൂസേജ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ അപസ്മാരത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒന്നാണോ ഡോക്ടർ? ഇതൊക്കെ ഒരു ട്രിഗർ ആകാം. ഉറക്കക്കുറവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ അപസ്മാരമുള്ള രോഗികളോട് നമ്മൾ പറയാറുള്ളത് ദിവസം 6 തൊട്ട് 8 മണിക്കൂർ വരെ കിടന്നുറങ്ങണമെന്നാണ്. പക്ഷേ നമ്മുടെ പലരുടെ ഈ ബിസി ലൈഫ് ഷെഡ്യൂളിൽ പലരും അത് ചെയ്യാറില്ല. എസ്പെഷ്യലി ഈ നൈറ്റ് ടൈം വർക്കേഴ്സ് ഒക്കെ ഉള്ളവർക്ക് പറ്റാറില്ല. സോ അതൊരു കോമൺ ആയിട്ടുള്ള ട്രിഗറാണ്. ഉറക്കക്കുറവ് വന്നാൽ ഫിറ്റ്സ് വരുന്നത്. സോ അത് കോമൺ ആയിട്ട് കാണുന്നതാണ്. പിന്നെ സ്ട്രെസ്, മദ്യപാനം, ഈ ഡ്രഗ് കഴിക്കാണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ പനി വരുമ്പോൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഷുഗർ താഴുമ്പോഴോ സോഡിയം കുറയുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ട്രിഗേഴ്സ് ഉണ്ടാവാം. പിന്നെ അപൂർവമായിട്ട് ചിലരിൽ ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ ലൈറ്റ്സിന്റെ ഫ്ലാഷസ് ഒക്കെ അടിക്കുമ്പോൾ നമ്മളൊരു നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളൊരു വണ്ടി ബ്രൈറ്റ് ആയിട്ട് ഹെഡ്ലൈറ്റ് അടിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാഷസ് ആയിട്ട് ക്യാമറ ഫ്ലാഷസ്, മൊബൈൽ ഫോണിലുള്ള ഫ്ലാഷസ്, അതൊക്കെ ചിലർക്ക് ട്രിഗേഴ്സ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ മൊബൈൽ യൂസേജ് സാധാരണ ഫിറ്റ്സ് ഉണ്ടാക്കുന്നില്ലെന്നാണ് ഒരു തിയറിറ്റിക്കലി. പക്ഷേ അത് നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവർ കൂടുതൽ സമയം രാത്രിയിലാണ്, എസ്പെഷ്യലി ടീനേജേഴ്സ് ഒക്കെ രാത്രിയിൽ ചാറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഇരുന്ന് ഉറക്കം അവർക്ക് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ അപസ്മാരം വരാം. മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിൽ ഫ്ലാഷസ്, വീഡിയോ ഗെയിംസ്, അതൊക്കെ ട്രിഗേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷനിൽ കാണുന്ന ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഈ DJ നൈറ്റിലൊക്കെ പോകുന്നവർ, പാർട്ടീസിലൊക്കെ പോകുന്നവർ, അവിടെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്സ് റിക്കറന്റ് ആയിട്ട് വന്ന് അങ്ങനെ എല്ലാ ഏജിലും ടീനേജിലുള്ളവർക്ക് തൊട്ട് വയസ്സായ ആളുകൾക്ക് വരെ അപസ്മാരം വരുന്നത് കാണാറുണ്ട്. അത് ഈ DJ നൈറ്റ്സിലൊക്കെ പോയി അവിടെ അല്ലെങ്കിൽ പാർട്ടികളിൽ അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, സിനിമാറ്റിക് ഡാൻസിലൊക്കെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ചെയ്യാറുണ്ടല്ലോ ഇപ്പം നമ്മുടെ പല പ്രോഗ്രാംസിലും. ഇപ്പോൾ പലരുടെയും വീടുകളിൽ അതൊരു കോമൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ അങ്ങനെയൊക്കെ ഉള്ള ലൈറ്റ് അടിക്കുമ്പോൾ ചിലർക്ക് ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി ഉള്ളവർക്ക് വരുന്നതായിട്ട് കാണാം. ഇതൊക്കെയാണ് ട്രിഗർ. ഇനി ഇവര് ഈ എപ്പിലെപ്സി ഉള്ളവര് ശ്രദ്ധിക്കേണ്ട ജീവിതശൈലി അല്ലെ ഒഴിവാക്കേണ്ട ജീവിതശൈലി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവര് ഒരിക്കലും മരുന്ന് സ്കിപ്പ് ചെയ്യരുത്, ഉറക്കം കുറയ്ക്കരുത്, എന്നും ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങണം. മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാര്യം മദ്യം ഈ സീഷേഴ്സ് ട്രിഗർ ചെയ്യാനുള്ള കാരണമാണ്. സോ അതുകൊണ്ട് ഫിറ്റ്സ് ഉള്ളവർ ഒരിക്കലും മദ്യം കഴിക്കാൻ പാടില്ല. ചില മരുന്നുകൾ കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ക്വിനലോൺസിലൊക്കെ പെട്ട ആന്റിബയോട്ടിക്സ്, അല്ലെ ഓപ്പിയോയിഡ് ഗ്രൂപ്പിലൊക്കെ പെട്ട പെയിൻ കില്ലേഴ്സ്, ഇങ്ങനെയുള്ള മരുന്നുകൾ ഈ രോഗമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് സ്വിം ചെയ്യുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഈ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് സീഷർ വന്നാൽ ഇവരെ രക്ഷിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല ഇവർക്ക് ഈ വെള്ളമൊക്കെ ശ്വാസകോശത്തിനുള്ളിൽ ചെന്ന് ഡ്രൗണിങ് ഡെത്ത് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. സോ അതുകൊണ്ട് സ്വിമ്മിങ് ഒഴിവാക്കുക. ഡ്രൈവിങ് നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻഡ് അല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ബാൻഡാണ് ഡ്രൈവിംഗ്. സീഷർ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ
ഡ്രൈവിംഗ് പ്രോഹിബിറ്റഡ് അല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും അപസ്മാരമുള്ള രോഗികൾക്ക് ഡ്രൈവിങ്ങിന് പ്രോഹിബിഷൻസ് ഉണ്ട്. നമുക്ക് സീഷറിന് നല്ല കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതല്ല, സീഷർ കൺട്രോൾ ഇല്ലാത്തവർ ഒക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് മുതിരരുത്. രാത്രിയിലുള്ള ഡ്രൈവിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഉയരത്തിലൊക്കെ ഉള്ള ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഈ പെയിന്റിങ്ങിന് വർക്ക്സിനൊക്കെ മേളിൽ കയറി നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആ സമയം ഈ എങ്ങനെ ഫിറ്റ്സ് വന്നാൽ ഇവർക്ക് ഫോൾ വന്ന് വീഴ്ച വന്ന് തലയ്ക്ക് അപകടം പറ്റി അല്ലെങ്കിൽ നട്ടലിനൊക്കെ അപകടം പറ്റി മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവർക്ക് ഒരു നോർമൽ ലൈഫ്, എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്കൊരു നോർമൽ ലൈഫ് നയിക്കുന്നതിൽ തടസ്സമൊന്നും തന്നെ ഇല്ല. ഇവർക്ക് ഈ പറഞ്ഞ ചുരുക്കം ചില ജോലികൾ ഒഴികെ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നതിന് തടസ്സമൊന്നും തന്നെ ഇല്ല. വിവാഹം കഴിക്കുന്നതിനോ സെക്ഷൽ ലൈഫിനോ അല്ലെ പ്രഗ്നൻസിക്കോ ഡെലിവറിക്കോ ഒന്നിനും തടസ്സമില്ല. പക്ഷെ അതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട മുൻകരുതലുകൾ എടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാരക രോഗമോ അല്ലെ പാരമ്പര്യമായിട്ട് പകരുന്ന ചാപോ ഒന്നുമല്ല. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം നടത്തുന്നത് ചെറിയൊരു വൈദ്യുത തരംഗങ്ങൾ വഴിയാണ്. നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന ചെറിയൊരു താളം തട്ടിൽ മാത്രമാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് തെള്ളകം മിത്തേര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീജിത്ത് ഡോക്ടറാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചറിയാം. ഇത് SK ജംഗ്ഷൻ, കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ ഇരയാകുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളുടെ SK ജംഗ്ഷനിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സംശയം ദൂരീകരിക്കാനായി നമ്മൾ കൃത്യമായ ഒരിടത്താണ് എത്തിയിരിക്കുന്നത്. തെള്ളകം മിത്തേര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് ആണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടറെ, ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നത് വേറെ ഒരു നെഗറ്റീവ് ചിന്താഗതിയോടെയാണ് അപസ്മാരത്തെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അപസ്മാരത്തെക്കുറിച്ച് സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നാണ് ഡോക്ടറിന് തോന്നിയിട്ടുള്ളത്? അതേപോലെ തന്നെ ഡോക്ടറിന് മൊത്തത്തിൽ സമൂഹത്തിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? ഓക്കെ, സമൂഹത്തിൽ ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് പിശാചി ബാധയാണെന്നോ അല്ലെ താക്കോല് വായിലിടുന്ന കാര്യങ്ങള് അല്ലെ പകർച്ചവ്യാധിയാണെന്ന് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണകളാണ്. മാത്രമല്ല ഇവർക്ക് വിവാഹം, കുടുംബജീവിതം, പ്രഗ്നൻസി അതൊന്നും പറ്റില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഇതൊക്കെ സമൂഹത്തിൽ തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല അപസ്മാരം. ഞാൻ ഇപ്പോൾ ചുരുക്കിപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ അപസ്മാരം എന്നത് നമ്മുടെ തലച്ചോറിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അത് രണ്ടോ അതിലധികമോ ഉള്ള അൺപ്രൊവോക്ഡ് സീഷേഴ്സിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. പിറവിയാലുള്ള കൺജനിറ്റൽ കോസ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ജനിതകപരമായ കാരണങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ ആക്സിഡന്റ്, ട്രോമ, ബ്രെയിനിന് ഡാമേജ്, ട്രോമ കൊണ്ടുള്ള അപകടം കൊണ്ടുള്ള ഡാമേജ് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ബ്രെയിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സ് കൊണ്ടുവരാം. ഇതൊന്നും ഇല്ലാതെയും കാരണം ഒന്നും ഇല്ലാതെ തന്നെയും കുറച്ച് പേർക്കൊക്കെ ഫിറ്റ്സ് വരാം. പിന്നെ ഈ അപസ്മാരം വരുന്നവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട മരുന്നുകൾ കൃത്യമായ ഡ്യൂറേഷനിൽ എടുക്കുക എന്നുള്ളതാണ്. മരുന്ന് മുടങ്ങിയാലാണ് സാധാരണയായി ഇതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. സോ മരുന്ന് മുടങ്ങാതിരിക്കുക. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മദ്യപാനം ഒഴിവാക്കുന്നത്, പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം ഒഴിവാക്കണം, ആവശ്യത്തിന് ഉറങ്ങണം, 6 തൊട്ട് 8 മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങണം, സ്ട്രെസ് അടിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ജനറലി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു എമർജൻസി ആയിട്ട് ഫിറ്റ്സ് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെരിച്ച് കിടത്തുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്യണം. 5 മിനിറ്റ് കൂടുതൽ അപസ്മാരം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഫിറ്റ്സ് ഉള്ളവരോട് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട മരുന്നുകളൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സിറ്റുവേഷൻ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും വരുത്തുവാണെങ്കിൽ ഇവർക്ക് ഒരു നിയർ നോർമൽ ലൈഫ് നടത്തുന്നതിന് തടസ്സമൊന്നും തന്നെയില്ല. കോമൺ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിനും തടസ്സമൊന്നും തന്നെയില്ല. മാരേജിന് തടസ്സമില്ല, സെക്ഷൽ ലൈഫിന് തടസ്സമില്ല, പ്രഗ്നൻസി, ഡെലിവറി ഇതിനൊന്നും തന്നെ കാര്യമായ തടസ്സങ്ങളില്ല. പക്ഷേ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളിലൊക്കെ ഉള്ള മോഡിഫിക്കേഷൻസ് വരുത്തുകയും കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എപ്പിലെപ്സി ഉള്ള രോഗികൾക്ക് മികച്ച ജീവിതശൈലി കിട്ടുന്നതാണ്. നമ്മൾ ചോദിച്ച ഓരോ ക്വസ്റ്റിനും ഡോക്ടർ പറയുന്ന ഓരോ ആൻസറിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപസ്മാരം എന്നത് ചികിത്സിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ടും ഒക്കെ ഒരു രോഗിയെ നമ്മൾ മാറ്റി നിർത്തരുത് എന്നുള്ള കാര്യവും ഡോക്ടറിന്റെ സംസാരത്തിലൂടെ തന്നെ അത് വ്യക്തമാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്തിനെ പറ്റിയാണ്. എൻ്റെ പല പേഷ്യൻസും എസ്പെഷ്യലി ഒരു അഡോളസെന്റ്
അഡോളസെന്റ് ആയിട്ടുള്ള ഗേൾസിന്റെ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂസ് പറയുന്നത് വെച്ചാൽ പലരും മാരേജിനൊക്കെ തടസ്സം, ഈ അപസ്മാര രോഗം ഉള്ളത് കൊണ്ട് കല്യാണങ്ങൾ മുടങ്ങി ഒത്തിരി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഡിവേഴ്സ് ആവുന്ന, ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു പേഷ്യന്റ് ഈ ഒരു സിറ്റുവേഷൻ വന്ന് ഡിവേഴ്സ് ആവുന്നതിന്റെ ഈ ഒരു റീസണിന് വേണ്ടി മാത്രം ഡിവേഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ബിക്കോസ് അവരുടെ ആ ഫാമിലിയിൽ ഒരു കപ്പിൾസിന് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടാകുന്ന തടസ്സം. അപ്പോൾ അത് ഈ ഹസ്ബൻഡ് സൈഡിലുള്ളവർ വിചാരിച്ചത് ഈ കുട്ടിയുടെ ഇഷ്യൂസ് കൊണ്ടാണ്, ഫീമെയിലിന്റെ ഇഷ്യൂസ് കൊണ്ടുള്ള അപസ്മാര രോഗം കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ തികച്ചും തെറ്റിദ്ധാരണയാണ്. അപസ്മാരം ഉള്ളവർക്ക് അങ്ങനെയുള്ള മാരിറ്റൽ ലൈഫ്, സെക്ഷൽ ലൈഫ്, പ്രഗ്നൻസി, ഡെലിവറി ഒന്നിനും ഒരു തടസ്സമില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു മിത്തായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ മാത്രമല്ല മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകുന്നതും ഒക്കെ സ്റ്റിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ PNES എന്ന് പറഞ്ഞ പരോക്സിസ്മൽ നോൺ എപ്പിലെപ്റ്റിഫോം സീഷേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് മനസ്സിന്റെ സ്ട്രെസ് കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫിക്സ് അല്ലെങ്കിൽ അപസ്മാരം വരുന്ന സമയത്ത് ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ നൽകാൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തയ്യാറാകണം. രോഗികൾക്ക് മരുന്നിനൊപ്പം തന്നെ നമ്മുടെ സ്നേഹവും പിന്തുണയുമാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ ഒരു ബോധവൽക്കരണം നമുക്ക് ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ള ഗംഭീര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് ആണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പേരിൽ ഞാനൊരു വലിയ നന്ദി അറിയിക്കുകയാണ്. SK ജംഗ്ഷനിലൂടെ RJ ദിവ്യ ടാറ്റ ബൈ ബൈ സി യു പറയേണ്ട സമയമായി. ഡോക്ടറും ഇതുതന്നെ SK ജംഗ്ഷനിൽ നിന്നും ഞങ്ങൾ രണ്ടും ഇങ്ങോട്ട് പോവുകയാണ്. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.